സീക്രട്ടായിട്ട് വേണം സംസാരിക്കാൻ. ബിക്കോസ് ഇന്ന് 13-ാം തീയതിയാണ് ജൂൺ കേട്ടോ. അപ്പോൾ എന്താണ് ഇത്താത്തയുടെ ബർത്ത്ഡേ. ഇത്താത്തനെക്കാളും എക്സൈറ്റഡ് ഞാനാണ്. എൻ്റെ അതിൽ വേറൊരു ട്വിസ്റ്റ് അത് ഞാൻ പറയാൻ ഉടനെ പറയാം. അപ്പം ഇപ്പോൾ സമയം വന്നിട്ട് 11:52 അപ്പോൾ എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ അറിയില്ല. പക്ഷെ ഒരു ചെറിയ പ്രോബ്ലം, വളരെ ചെറിയ പ്രോബ്ലം ഉണ്ട്, മൈന്യൂട്ടായിട്ടുള്ളൊരു പ്രോബ്ലം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഗിഫ്റ്റ് പ്ലാൻ ജസ്റ്റ് ഒന്ന് ലീക്കായി അത്രയും. അപ്പോൾ എനിക്കും പാത്താക്കും മാത്രം ആ ഗിഫ്റ്റ് എന്താണെന്ന് അറിയണം. ഐഷ്താർക്കും ഇവിടെ ആർക്കും ഒന്നും അറിയത്തില്ല. ഞാനും പാത്താത്തേയും കൂടെയാണ് എല്ലാം സെറ്റ് ചെയ്തേക്കണം. എൻ്റെ ക്യാമറ പിടിച്ചേക്കണത് പാത്താത്തെ. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോകും. ദിസ് വീഡിയോ ഇസ് ഫ്രം ഫൈറ ബയോ. ഗിഫ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് എന്താണ്, ഞാൻ വിചാരിച്ചില്ല എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ. ബിക്കോസ് എനിക്ക് ഫോൺ കിട്ടിയില്ല. ഞാൻ സ്റ്റാറ്റസ് ഇടാൻ തന്നെ വേണ്ടിയിട്ട് എനിക്ക് 2 ഇതുണ്ട് പരിപാടി. എന്ന് വെച്ചാൽ എനിക്ക് സ്റ്റാറ്റസിനുള്ള ഫോട്ടോ റെഡിയാക്കണം, പിന്നെ വീഡിയോ എന്തെങ്കിലും ആക്കാം. എനിക്ക് ബർത്ത്ഡേ, ഞാൻ ഇതുവരെ ബർത്ത്ഡേക്ക് ഒരാളുടെ വീഡിയോ പോലും എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു ബർത്ത്ഡേ എന്തായാലും എടുക്കും. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഐസാക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത്. ആൻഡ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും വാങ്ങിച്ചിട്ടുണ്ട്. അത് കഥക്കറിയില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ബൊക്കെയാണ് ഗൈസ്. ഇത് ഇട്ടൊക്കെ പൊട്ടിക്കണം ശരിക്കും എടുക്കണം. ഇങ്ങനെ ഗൈസ് നമ്മൾ താത്താൻ്റെ കയ്യിലോട്ട് ആ പെട്ടി അങ്ങോട്ട് എടുത്ത് കൊടുത്തതേ ഓർമ്മയുള്ളൂ. വലിച്ച് കയറി അതിനെ ആത്മാവ് വരെ പുറത്തെടുത്തെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അത്രയ്ക്കും ധൃതിയോടെ എക്സൈറ്റ്മെൻറ്റോടെ താത്ത പൊട്ടിച്ച് വലിച്ച് കയറി ആക്കുകയായിരുന്നു. ഞങ്ങളൊക്കെ ഇത്രയും പെട്ടത് കഷ്ടപ്പെട്ടത് ഞങ്ങൾ പൊതിഞ്ഞിട്ട് അതിങ്ങനെ വലിച്ച് കിടന്നപ്പോൾ വിഷമായി. പിന്നെ ആ ഒരു തെറ്റ് ഞങ്ങൾക്ക് അപ്പോഴാണ് മനസ്സിലായത്. ഞങ്ങൾ ഫ്രണ്ടിൽ സെലോ ടേപ്പ് പൊട്ടിക്കാതെ ബാക്കിലൊക്കെ ഒട്ടിച്ച് അതായത് പെട്ടെന്ന് തന്നെ പൊട്ടിക്കാൻ പറ്റി. താക ക്രിസ്പലും ഫ്യൂസ് കണ്ടപ്പോൾ തന്നെ എനിക്കത് മൊത്തി സന്തോഷം കിടന്നത് ചാവായിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ ഷാർപ്പ്നറും റബ്ബറും ക്യൂട്ടായിട്ടുള്ള ഉണ്ടായിരുന്നു. പുറമേ ഇരുന്നു കൈസ് ക്യൂട്ട്, അകത്ത് വലിയ ക്യൂട്ടായിട്ട് എനിക്ക് തോന്നിയില്ല, പക്ഷെ ക്യൂട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതും പറഞ്ഞ് ആശ്വസിക്കാം. ആൻഡ് ഇത് കാട്ടാൻ പറഞ്ഞിട്ട് അതെനിക്ക് കാണിച്ചു പോകാൻ തന്നില്ല. പിന്നെ അതില്ലാതെ ഊരി നോക്കുകയായിരുന്നു. അതിനുശേഷം പിന്നെ അതെ ഫൈനലി തത്ത കാണിച്ചു തന്നു. പിന്നെ അത് ചോദിക്കണ്ടേ ഇത് ഷാർപ്പ്നർ റബ്ബറാണോ? ഞാൻ പറഞ്ഞു അതെ. പിന്നെ ഒരു കീ ചെയിനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഐഷ പറയാൻ എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടമായെന്ന്. ശേഷം ഒരു പോക്കിമോൻ്റെ എങ്ങാണ്ടും ഒരു ഇതുണ്ടായിരുന്നു സ്റ്റിക്കർ. എൻ്റെ ഐഷ്താത്തിന് ഞാൻ കാട്ടിത്തരുമെന്ന് ചോദിച്ചിട്ട് ആ കാട്ടിത്തരുന്ന പോലും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഫ്യൂസും ക്രിസ്പലും ഞാൻ കാട്ടിത്തരാം. അപ്പം അപ്പോഴേക്കും അത് തട്ടിപ്പറിച്ച് വാങ്ങിച്ചിട്ടോ ക്രിസ്പലോ ഫ്യൂസൊക്കെ. അതിനുശേഷം സ്റ്റിക്കറൊക്കെ എടുത്ത് നോക്കുകയായിരുന്നു. ഇതൊക്കെ ഞാൻ ഇപ്പോഴാട്ടോ കാണുന്നത്. എൻ്റെ സ്റ്റിക്കറൊക്കെ തുറന്ന് നോക്കി. പിന്നെ റബ്ബറിൽ താത്ത എന്തോ കൈവേഷം കൊടുത്തു. പിന്നെ ഐഷ്ത പറയുന്നു കീ ചെയിൻ അടിപൊളിയായിരുന്നു. പിന്നെ കീ ചെയിനും സ്റ്റിക്കർ ബുക്കൊക്കെ എനിക്ക് കാട്ടാൻ തന്നു. അതിനുശേഷം ഇതായിരുന്നു ഞാൻ പറഞ്ഞ പുറമേ ഉള്ള ക്യൂട്ട്നെസ്. എനിക്ക് ക്രിസ്പലും ഉണ്ടായി, ഫ്യൂസ് ഉണ്ടായി, ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ.